ഇന്നലെ തന്നെ നമ്മുടെ ഈ ഒരു നവംബർ മാസത്തെ പെൻഷൻ ഏകദേശം ആൾക്കാരുടെ അക്കൗണ്ടിലോട്ടും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ഇതുവരെയും എമൗണ്ട് വന്നില്ല എന്നും അതുപോലെ തന്നെ ആ ഒരു എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ രീതിയിൽ ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ചിലർക്കൊക്കെ പെൻഷൻ തുക കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എമൗണ്ട് കുറഞ്ഞു എന്നൊക്കെ രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഏകദേശം 26 ലക്ഷം ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. ബാക്കി വീടുകളിൽ എത്തുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് സഹകരണ ജീവനക്കാർ വഴി നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. അതായത് അക്കൗണ്ട് മുഖാന്തരം കിട്ടുന്നവർക്കാണ് ഇന്നലെ ആ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ അല്ലാതെ വീടുകളിലാണെങ്കിൽ നിങ്ങൾക്കൊരു 3 ദിവസം കൂടിയിട്ടൊക്കെ ടൈം വേണ്ടി വരും ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എമൗണ്ട് എത്തിച്ചേരുന്നതാണ്. പിന്നെ അല്ലാണ്ട് ഒരുപാട് പേർ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്നലെയും ഇന്നോടും കൂടിയിട്ട് എത്താനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നൊരു രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അർഹതയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പെൻഷൻ മുടങ്ങും. അപ്പോൾ അങ്ങനത്തെയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടും ഇപ്പോൾ ഒത്തിരി പേർക്ക് ചിലപ്പോൾ പെൻഷൻ വരാണ്ടിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു സേവനയുടെ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള മാസങ്ങളിൽ നിങ്ങളുടെ എമൗണ്ട് കിട്ടുമോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് ക്ഷേമ വിഭാഗം ഓഫീസിൽ പോയിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാകാം. അതുമാത്രമല്ല, ഇപ്പോൾ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ വിധവകളാണ്, അതായത് നിങ്ങൾ വേറെ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഇപ്പോൾ കഴിഞ്ഞ മാസമൊന്നും പെൻഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പെൻഡിങ്ങിലുള്ള എല്ലാ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നില്ല, ചിലർക്ക് മാത്രമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നൊരു കാര്യം വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു രേഖകൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു രേഖകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് പെൻഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും മസ്റ്ററിങ് ചെയ്യുക. ഒരുപാട് പേര് ഇതുവരെയും മസ്റ്ററിങ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്ററിങ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇച്ചിരി ഏജ് ആയിട്ടുള്ള വീട്ടിൽ ആൾക്കാരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. കാരണം അവർക്കൊന്നും അവരെ മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ ആ ഒരു രേഖകളൊന്നും ഇതുവരെയും സബ്മിറ്റ് ചെയ്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യങ്ങളും കൂട്ടിയിട്ട് നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിലുള്ളവർക്കാണ് ഇപ്പോൾ ഈ ഒരു എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ കൊണ്ടെത്തുന്നതാണെങ്കിൽ ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ മാത്രമായിരിക്കും ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലെത്തുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അർഹതയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പെൻഷൻ്റെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. ഇന്നലെ തന്നെയാണ് ഏകദേശം ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത്. അഥവാ കിട്ടാത്തവർക്കാണെങ്കിൽ ഇന്നലെ ഇന്നോടും കൂടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രം മതിയാകും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്